പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷമാകാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ മൂന്നാമത്തെ പടക്കപ്പൽ USS ജോർജ് W. ബുഷ് പശ്ചിമേഷ്യയിലെത്തി. ഇതോടെ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി. ഹോർമുസിൽ ഒരു ചരക്ക് കപ്പലിനെ IRGC സേനാംഗങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് യുഎസിന്റെ ഈ നടപടി. അതേസമയം ഇറാനുമായി കരാറുണ്ടാക്കുന്നതിൽ തനിക്ക് യാതൊരു സമ്മർദ്ദവുമില്ലെന്ന് പറഞ്ഞ ട്രംപ് ശത്രുക്കൾക്ക് മുന്നിൽ സമയം കുറവാണെന്ന് വ്യക്തമാക്കി. The country out militarily in the first 4 weeks. I took it out militarily. Now all we're doing is sitting back and seeing what deal. And if they don't want to make a deal, then I'll finish it up militarily with the other 25% of the targets. We've hit 78% of the targets that we've wanted to hit. We've knocked out their manufacturing. We've knocked out their missile production. We've knocked out their drone production. We've knocked out everything. In some cases, when I say knocked it out 70, 80, 90%, it's amazing what we've done. So I've done that within that period of time that I mentioned, but I don't want to rush myself, because every story says, oh, Trump is under time pressure. I'm not, no. You know who's under time pressure? They are. ഇതിനിടെ ഇസ്രയേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇന്നലെ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്ന് ലബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് ഉറപ്പ് നൽകി. അജയ് സുധാവിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോഴിതാ ഹോർമുസിൽ യുഎസിന്റെ യുദ്ധക്കപ്പലുകൾ 3 ആയിരിക്കുന്നു. തുടക്കത്തിൽ അത് 2 ആയിരുന്നു, ഇപ്പോൾ അത് 3 ആയി വർദ്ധിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകളുടെ എണ്ണം US ഇങ്ങനെ വർദ്ധിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഇതിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? അനുശ്രീ, ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ IRGCയുടെ സേനാംഗങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഒരു കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാന്റെ നാഷണൽ ടെലിവിഷൻ തന്നെയാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ അത് പുറത്തുവിട്ടത്. ഇതിലൂടെ ഇറാൻ ഉദ്ദേശിച്ചത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും പൂർണ്ണമായിട്ടും IRGCക്കും അതുപോലെ തന്നെ ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനുമാണ് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. അപ്പോൾ ഈ കപ്പലിനെ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇത് വെറുതെ അങ്ങ് പിടിച്ചെടുക്കുക മാത്രമായിരുന്നില്ല. ഇറാന്റെ ചെറു ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സേനാംഗങ്ങൾ ഈ കപ്പൽ പിടിച്ചെടുത്തത്. അതും IRGCയുടെ സൈനികർ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ കപ്പലിലേക്ക് കയറിയതും അതുപോലെ തോക്ക് ചൂണ്ടി ഇവിടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതും. ഇതിന്റെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. ട്രംപ് ഇതിനു മുൻപേ അവകാശപ്പെട്ടിരുന്നത് ഇറാന്റെ ഏതാണ്ട് 150ഓളം കപ്പലുകളെ തങ്ങൾ കടലിൽ മുക്കി എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടതിലൂടെ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് കപ്പലുകളൊന്നും വേണ്ട, ഇത്തരത്തിലുള്ള ചെറു ബോട്ടുകൾ മാത്രം മതി ഹോർമുസിന്റെ നിയന്ത്രണം ഉറപ്പാക്കാനെന്നാണ്. മാത്രമല്ല ഇറാന്റെ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതായത് ഈ അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും തങ്ങളുടേതായിട്ടുള്ള 34 ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് ക്രോസ് ചെയ്തതായിട്ട്. അപ്പോൾ ഇങ്ങനെ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അതിനേക്കാൾ കടുത്തതാണ്. ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. ഹോർമുസിൽ അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉപരോധം അത് പൂർണ്ണ വിജയമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഒരു തന്ത്രമാണ് അമേരിക്കയുടെ ഈ പുതിയ യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയത്. USS ജോർജ് W. ബുഷ് എന്ന് പറയുന്ന പുതിയ യുദ്ധക്കപ്പലാണ് നിലവിൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ 2 യുദ്ധക്കപ്പലുകൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. USS ജെറാൾഡ് R. ഫോർഡ് എന്ന് പറയുന്ന കപ്പലുണ്ടായിരുന്നു. ഇത് ചെങ്കടലിലായിരുന്നു നിലവിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ആദ്യം തന്നെ പശ്ചിമേഷ്യയിൽ എത്തിയിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, ഇതും പശ്ചിമേഷ്യയിലുള്ള മറ്റ് പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്ക് 2നും പുറമെയാണ് 3ാമതൊരു യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലെത്തിയത്. അപ്പോൾ ഇതുവഴി യുഎസിന്റെ ഒരു സാന്നിധ്യം അത് കൂടുതൽ സജീവമാക്കുക, ഹോർമുസിന്റെ നിയന്ത്രണം അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുക, ഇങ്ങനെ ഒരു ലക്ഷ്യമാണ് തീർച്ചയായിട്ടും ട്രംപിനും അതുപോലെ തന്നെ യുഎസിന്റെ അധികാരികൾക്കുമുള്ളത്. മാത്രമല്ല ഈ യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, നിരവധി വിമാനങ്ങൾ, അതുപോലെ ഡ്രോണുകൾ, ബോംബറുകൾ ഇവയെല്ലാം പശ്ചിമേഷ്യയിൽ ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല US-ന്റെ സെൻട്രൽ കമാൻഡ് അവർ നിരവധി പെട്രോളിംഗ് വീഡിയോകളും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇറാനിയൻ ബന്ധമുള്ള കണ്ടെയ്നർ ഷിപ്പുകൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ
ഹോർമുസിലെ സാന്നിധ്യം അത് US-ന്റെ കയ്യിലാണെന്ന് ലോകത്തെ അറിയിക്കുക. IRGC ഒരു വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്ന് അറിയിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് അമേരിക്ക ലോകത്തിനെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം തീർച്ചയായിട്ടും ഇപ്പോൾ പുതുതായിട്ടുള്ള ജോർജ് W. ബുഷ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ്. മാത്രമല്ല ട്രംപ് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള സീ മൈനുകൾ വിന്യസിക്കാൻ ശ്രമിച്ചാൽ അത്തരം ബോട്ടുകളെയോ കപ്പലുകളെയോ തകർത്ത് കളയണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ സൈന്യത്തിന് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഹോർമുസിനെ സംബന്ധിച്ചുള്ള വടംവലികൾ അത് ഇറാനും അമേരിക്കയും തമ്മിൽ കുറച്ചുകൂടി രൂക്ഷമായിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അജയ്, അതുപോലെ തന്നെ ഈ ട്രംപ് പറയുന്നത് ഇറാന് മുന്നിലാണ് ഈ സമാധാന കരാർ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത്, ശത്രു രാജ്യത്തിനാണ് സമയമില്ലാത്തത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പരാമർശത്തിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇനി US-ന് മുന്നിൽ ഒന്നും നോക്കാനില്ല, അതിനി ഒരു യുദ്ധമാണെങ്കിൽ കൂടുതൽ യുദ്ധത്തിലേക്ക് കടക്കാനാണെങ്കിൽ പോലും അതിന് US തയ്യാറാണെന്ന് കൂടി ട്രംപ് അതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ കരാർ ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ്, കരാറിനായുള്ള ചർച്ചകൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുശ്രീ, ഈ കരാറിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒട്ടും തന്നെ അറിയിക്കാത്തൊരു നിലപാട് തന്നെയാണ്. അതായത് ഇപ്പോഴും US ഈ ഹോർമുസ് കടലെടുക്കൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഉപരോധം അതിൽ ഇറാൻ വളരെയധികം പ്രതിഷേധത്തിലാണ്. അതിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ട്രംപിൻ്റെതാണെങ്കിലും US അധികാരികളുടേതാണെങ്കിലും ഭീഷണിയുടെ ഭാഷ അത് ഇറാന് മുന്നിൽ ഇത്തരത്തിൽ നിരന്തരം വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾ നടക്കില്ല എന്ന് തന്നെ ഇറാന്റെ അധികാരികൾ ഉറച്ചു പറയുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഗാലിബാഫ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇപ്പോൾ നിലവിൽ ഈ ഉപരോധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഒരിക്കലും ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയപ്പോൾ പറഞ്ഞത് ഇറാന് മുന്നിൽ സമയം കുറവാണ്, ഇറാനാണ് എത്രയും വേഗം ഒരു ഡീലിലെത്താനായിട്ട് ഇപ്പോൾ വ്യഗ്രത കാണിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു. അതായത് ഈ US-ഉം ഇറാനും തമ്മിലുള്ള ഒരു ഡീലിലെത്താൻ വേണ്ടി ട്രംപിന് വലിയ രീതിയിലുള്ള പ്രഷർ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്, അത് ശരിയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് തനിക്കിതിൽ യാതൊരുവിധ പ്രഷറുമില്ല, താൻ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ സമയവും തനിക്ക് മുന്നിലുണ്ട്, താനിപ്പോൾ വെറുതെ ഒരു കസേരയിലിരുന്ന് ഈ ഇറാൻ ഒരു കരാർ അല്ലെങ്കിൽ ഇറാൻ ഒരു ബെറ്റർ ഡീല് മുന്നോട്ട് വയ്ക്കാൻ കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ US-ന് മുന്നിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, പക്ഷേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് മുന്നിൽ ഇറാന് മുന്നിൽ സമയം കുറവാണ്, അവർ എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരണം എന്നതാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം, ഇറാനിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് 78% അമേരിക്ക നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ഇനി നശിപ്പിക്കാൻ കുറച്ച് മാത്രമേ അവരുടെ രാജ്യത്ത് ബാക്കിയുള്ളൂ. അതുപോലെ ഇനി ഇറാൻ ഒരു കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ US ഉടൻ തന്നെ അതായിരിക്കും അടുത്ത് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല അവരുടെ നേതാക്കളെയും വകവരുത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു ഡീലിന് കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അതേസമയം ഇറാനിൽ അണുബോംബിടും എന്നുള്ള തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ട്രംപ് തള്ളിക്കളയുകയാണ്. ഇത്തരം റിപ്പോർട്ടുകൾ വരാനുണ്ടായ ഒരു കാരണം, മുൻപ് ട്രംപ് പുറത്തുവിട്ട ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറാനിലെ നാഗരികതയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണി ട്രംപ് മുൻപ് ഒരു പോസ്റ്റിൽ നടത്തിയിരുന്നു. അതുപോലെ ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള തരത്തിലേക്ക് എത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭീഷണി, അതിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് മാധ്യമങ്ങൾ ട്രംപിനോട് തേടിയത്. പക്ഷേ ട്രംപ് പറഞ്ഞത് ഇറാനിൽ ആണവായുധം പ്രയോഗിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം തീർത്തു പറഞ്ഞു. പിന്നെ ട്രംപ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ നേതാക്കൾക്കിടയിലുള്ള ചില പടലപ്പിണക്കങ്ങളാണ്. അത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. ഇറാനിലുള്ള ചില നേതാക്കൾ നായയും അതുപോലെ പൂച്ചയും പോലെ പരസ്പരം കടിപിടി കൂടുകയാണ്, അവർക്കിടയിൽ ഇപ്പോൾ ട്രംപിന്റെ മറ്റൊരു പരാമർശം എന്ന് പറയുന്ന അജയ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴും ഇറാനിൽ ഒരു സമാധാനം വരാത്തതിനുള്ള പ്രധാന കാരണം, അല്ലെങ്കിൽ ഈ സമാധാന കരാറിനായുള്ള ചർച്ചകൾ കൃത്യമായ രീതിയിൽ നടക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം ഈ തമ്മിലടിയാണ് എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? ഇറാനിലെ നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാനാകുന്നില്ല. കാരണം ഈ ഹോർമുസ് കടലെടുക്ക് വിഷയത്തിൽ തന്നെയാണ് അതിലൊരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തത് എന്നാണ് തോന്നുന്നത്. കാര്യം ഈ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ആദ്യം നടത്തിയത് ഇറാന്റെ വിദേശകാര്യ വക്താവാണ്. എന്നാൽ അതിന് പിന്നാലെ ഇറാനിലുള്ള മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവാകട്ടെ, അവരൊന്നും യാതൊരു പ്രതികരണവും
പ്രഖ്യാപനങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ച് നടത്തിയിരുന്നില്ല. തുടർന്ന് 2-3 ദിവസങ്ങൾ തുടർച്ചയായിട്ടാണെങ്കിലും അവരുടെ ഒരു പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടില്ല, അവരുടെ അഭിമുഖങ്ങളൊന്നും തന്നെ കാണുന്നുമില്ലായിരുന്നു. പിന്നീടാണ്, അതായത് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ ഇവർ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കുന്നു. അപ്പോൾ ഇതിനവർ വിശദീകരണം നൽകിയത് US ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ഉപരോധം തുടർന്നു വരികയാണ്, അപ്പോൾ ഇത് ഒരിക്കലും ഒരു നീതീകരിക്കാനാകില്ല, അതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് ഇറാൻ നടത്തിയത്. അപ്പോൾ ഈ ഹോർമുസ് വിഷയത്തിൽ തന്നെയുള്ള ഒരു തർക്കം, ഇത് ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനെ തുടർന്നാണ് ഇറാനിലെ ഒരു മിതവാദികൾ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ തീരുമാനിച്ചതെന്നാണ് പരക്കെയുള്ള ഒരു ആക്ഷേപം. അപ്പോൾ ഈ തീവ്ര നിലപാടുകാർ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കണമെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. അതാണ് US-ന്റെ ഉപരോധം ഒരു ന്യായീകരണമായി കാട്ടിക്കൊണ്ട് ഹോർമുസ് കടലിടുക്ക് അടച്ചതെന്നും ഒരു ആക്ഷേപമുണ്ടായിരുന്നു. ഈ ഒരു വിഷയം തന്നെയാണ് ട്രംപ് ഇപ്പോൾ നിലവിലെടുത്ത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം US-ന്റെ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് ആണെങ്കിലും ഇക്കാര്യം എടുത്ത് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇറാനിൽ ഇപ്പോൾ ഒരു തീവ്രവാദികളും മിതവാദികളുമുണ്ട്, അവർ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതകൾ, സംഘർഷങ്ങൾ നിലവിലുണ്ട്. അതുതന്നെയാണ് ഇറാൻ ഒരു കരാറുമായി, ഒരു ഡീലുമായി മുന്നോട്ട് വരാതിരിക്കാനുള്ള കാരണം എന്ന് കരോലിൻ ലെവിറ്റ് പറഞ്ഞിരുന്നു. ട്രംപും അതേ കാര്യം ഇന്നെടുത്ത് സൂചിപ്പിക്കുകയായിരുന്നു. കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ട്രംപ് എടുത്ത് പറഞ്ഞു. അതായത് അവർ നായയും അതുപോലെ പൂച്ചയും പോലെ കടിപിടി കൂടുകയാണ്, അവരുടെ നേതാക്കൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായി, ഒരു പെർഫെക്റ്റ് ഡീൽ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വയ്ക്കട്ടെ, അതിനുശേഷം തങ്ങൾ തീരുമാനമെടുക്കാം എന്നാണ് ട്രംപ് ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നൽകുന്നുണ്ട്. അദ്ദേഹം എക്സ് വഴിയാണ് ഇതിന് മറുപടിയായിട്ട് ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ മസൂദ് പെസഷ്കിയാൻ പറയുന്നത്, ഇറാനിൽ തീവ്രവാദികളോ മിതവാദികളോ ഇല്ല, ഞങ്ങളെല്ലാവരും വിപ്ലവകാരികളാണ്, ഞങ്ങളെല്ലാവരും പരമോന്നത നേതാവിനെ അനുസരിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് നല്ലൊരു മറുപടി നൽകാൻ, ശത്രുക്കളെ ദുഃഖിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ദൈവം, ഇറാന് വിജയം എന്നും അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിൽ മറുപടി നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപ് നിലവിൽ ഇത്തരത്തിൽ ഇറാനിലുള്ള നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഔദ്യോഗികമായി ഇതിൽ സ്ഥിരീകരിക്കാവുന്ന യാതൊരു റിപ്പോർട്ടുകളുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അജയ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ പിടിച്ചെടുത്ത 2 ചരക്ക് കപ്പലുകളിൽ അതിൽ ഇന്ത്യക്കാരും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവരെ മോചിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? നിലവിൽ ഈ കപ്പലുകൾ IRGCയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഈ ഒരു കപ്പലുകൾക്ക് അമേരിക്കൻ ബന്ധവും അതുപോലെ തന്നെ ഇസ്രായേൽ ബന്ധമാണ് നമുക്ക് നേരിട്ട് സ്ഥിരീകരിക്കാനാകുന്നത്. ഈ 2 കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് MSC ഫ്രാൻസിസ്കയാണ്, ഒന്ന് എപ്പാമിനോഡസ് എന്ന് പറയുന്ന മറ്റൊരു കപ്പലാണ്. ഈ 2 കപ്പലുകളും ഇപ്പോഴും IRGCയുടെ പിടിയിൽ തന്നെയാണ്. അതിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടവിലാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് എന്തെങ്കിലും തരത്തിൽ ഇവരെ മോചിപ്പിക്കണമെന്നുള്ള തരത്തിൽ മറ്റ് നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. അണിയറയിൽ ചിലപ്പോൾ ചർച്ചകൾ ഉൾപ്പെടെ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മേഖലയിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാവിക ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് എങ്ങനെയാണോ ഇന്ത്യൻ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിട്ടത്, അതുപോലെ തന്നെ തുടർന്നും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ലബനനിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചയിലേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു മാധ്യമ പ്രവർത്തക അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയിൽ നിന്ന് ലബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലെബനൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു യുദ്ധമുഖമാണ്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം 3 ആഴ്ച കൂടി ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയുള്ള ധാരണ പ്രകാരം ഈ വെടിനിർത്തൽ അവസാനിക്കാനിരുന്നത് ഞായറാഴ്ചയായിരുന്നു. 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഹിസ്ബുള്ള വഴങ്ങാൻ പൂർണ്ണമായിട്ട് തയ്യാറായിരുന്നില്ല. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള ചില ബോംബിങ്ങുകൾ, ആക്രമണങ്ങൾ എല്ലാം തെക്കൻ ലെബനനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഹിസ്ബുള്ള കൂടുതൽ പ്രകോപിതരായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് തന്നെ ഇസ്രായേലിനോട് അവിടെയുള്ള ബോംബിംഗ് അവസാനിപ്പിക്കണമെന്ന് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഈ പ്രകോപനങ്ങൾ കാരണം ഹിസ്ബുള്ള കൂടുതലായിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും ഇസ്രായേലിന് നേരെ തിരിച്ചാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വെടിനിർത്തൽ പരാജയപ്പെടുകയും മേഖലയിൽ
പിന്നീട് സംഘർഷം തുടരുകയും ചെയ്തത്. ഇന്നലെയായിരുന്നു ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷ മേഖലയിൽ നടന്നത്. 5 പേർ കൊല്ലപ്പെട്ടു. അതിലൊരു മാധ്യമപ്രവർത്തകയുണ്ടായിരുന്നു. അമാൽ ഖലീൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് കൊല്ലപ്പെട്ടത്. അൽ അഖ്ബാർ എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രതിനിധിയായിരുന്നു. ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറിന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ ഈ അറുതി വരുമോ എന്നറിയില്ല. എന്തായാലും 3 ആഴ്ച കൂടി ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇറാന്റെയും ഇസ്രായേലിന്റെയും അംബാസഡർമാർ ഇന്നലെ വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും JD വാൻസിന്റെയും മാർക്കോ റൂബിയോയുടെയും മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. എന്തായാലും ട്രംപ് ഇപ്പോൾ ലെബനന് മറ്റൊരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് ഈ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ ട്രംപും ഇപ്പോൾ നിലവിൽ ഈ ലെബനെ സഹായിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. എന്നാൽ ഇതിന് സേനയെ വിന്യസിച്ച് നൽകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ സപ്പോർട്ട് നൽകുമോ, അത്തരത്തിൽ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെന്ന് ഇപ്പോൾ പറയുമ്പോഴും ഇപ്പോഴും മേഖലയിൽ സംഘർഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഇപ്പോൾ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തിയതായിട്ട് അവിടെ നിന്നുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ ചർച്ചയുടെ ഭാഗത്ത് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത അംബാസഡർ ആണെങ്കിലും പറയുന്നത് ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെങ്കിലും ഈ വെടിനിർത്തൽ 100% പൂർണ്ണമാകും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ലെബനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് മേൽ ലെബനൻ സർക്കാരിന് യാതൊരുവിധ കൺട്രോളുമില്ല. അപ്പോൾ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ ഇതിന് മറ്റ് പ്രശ്നങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം വരുന്നത്. എന്തായാലും ലെബനൻ സർക്കാർ ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിന് തന്നെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഹിസ്ബുള്ളയെ അനുനയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.